ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ വർധനയുണ്ടായിട്ടുണ്ട്. ജലനിരപ്പ് 2402.22 അടിയായാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുല്ലപ്പെരിയാറിൽ 140.2 അടിയാണ് ജലനിരപ്പ്. രാഹുൽ ചേരുന്ന വിവരങ്ങളുമായി. രാഹുൽ, ഇടുക്കിയിൽ നിന്ന് നേരത്തെ കൂടുതൽ വെള്ളം ഒഴുക്കാനുള്ള തീരുമാനത്തെ ഭരണകൂടം വിലക്കിയിരുന്നു. ഇപ്പോൾ 8 ലക്ഷം ലിറ്റർ വെള്ളമാണ് സെക്കൻഡിൽ പുറത്തേക്ക് ഒഴുക്കുന്നത്. ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ രണ്ട് അണക്കെട്ടുകളുടെയും വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ എങ്ങനെയാണ്? വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കാര്യമായ തോതിൽ ജലനിരപ്പ് താഴുമെന്ന് പ്രതീക്ഷിക്കാമോ? ഡിവിഷൻ നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ 2402.22 അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ്. സെക്കൻഡിൽ ഏതാണ്ട് 10 ലക്ഷം ലിറ്റർ വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. അതുപോലെ 8 ലക്ഷം ലിറ്റർ ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറുകളിലൂടെ ഒഴുക്കി കളയുന്നുണ്ട്. വൈദ്യുതി ഉൽപാദനത്തിന് ശേഷമുള്ള വെള്ളവും പുറത്തേക്ക് ഒഴുക്കി കളയുന്നുണ്ട്. നിലവിൽ 3 ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത്. 2 ഇന്നലെയോടെ അടിച്ചിരുന്നു. അതുപോലെ എന്തായാലും വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയുടെ തോത് കുറഞ്ഞതാണ് നേരിയ തോതിൽ ആശ്വാസം നൽകുന്നത്. ചെറിയ വർധന മാത്രമാണ് അണക്കെട്ടിലെ ജലനിരപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ തന്നെ KSEB സെക്കൻഡിൽ 10 ലക്ഷം ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയുന്ന തരത്തിൽ ആലോചനകൾ നടത്തിയിരുന്നു. എന്നാൽ ജില്ലാ ഭരണകൂടം ഇതിന് അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയുന്നത് പ്രളയബാധിത മേഖലകളെ കൂടുതൽ ദുരിതപൂർണമാക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. എന്തായാലും വൃഷ്ടിപ്രദേശത്ത് നേരിയ തോതിൽ മഴ കുറഞ്ഞത് തന്നെയാണ് ആശ്വാസം നൽകുന്ന കാര്യം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 140.2 അടിയായി കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അത് 141.12 അടിയായിരുന്നു. എങ്കിലും ഇൻഫ്ലോയിലും കാര്യമായി തന്നെ കുറവുണ്ടായിട്ടുണ്ട്. 9221.2 ഘനയടി വെള്ളമാണ് സെക്കൻഡിൽ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഷട്ടറുകളിലൂടെ 13 ഷട്ടറുകളിലൂടെയും 14,515 ഘനയടി വെള്ളം സെക്കൻഡിൽ പുറത്തേക്ക് ഒഴുക്കി കളയുന്നുണ്ട്. 2206 ഘനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. എന്തായാലും നിലവിൽ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞത് തന്നെയാണ് ആശ്വാസം നൽകുന്ന ഒരു കാര്യം.